ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടിൽ തന്നെ വളരെ സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും കുബൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനിയിപ്പോൾ ആരും കടയിൽ നിന്നൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ആദ്യം തന്നെ ഹാഫ് ബൗൾ ചൂടുവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചൂടാവാൻ പാടില്ല, ചെറിയ ഇളം ചൂടാവാനേ പാടുള്ളൂ. അതിനകത്തോട്ട് ഇനിയിപ്പം ഹാഫ് ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം, നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് വേറൊരു ബൗളിലെടുത്തിട്ട് 1 ഗ്ലാസ് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് മൈദാമാവിനകത്ത് നമുക്കൊരു 6 കുബൂസ് വരെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ പുളിക്കാൻ വേണ്ടി മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, അതെല്ലാം ഒഴിച്ചിട്ട് എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ രീതിയിലല്ല കുഴയ്ക്കേണ്ട, കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ആ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനിയിപ്പോൾ കുറച്ച് എണ്ണയും കൂടെ തടവി ഇതൊരു 4-5 മണിക്കൂർ പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതാണ് എൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ് കേട്ടോ. കണ്ടില്ലേ, നന്നായി പുളിച്ച് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് പയ്യെ പാത്രത്തിൽ നിന്ന് വിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഒട്ടലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പം ആണ് നമ്മൾ കുറച്ച് മാവ് സ്പ്രിങ്കിൾ ചെയ്ത് കുഴച്ചെടുക്കേണ്ട. ഇതിപ്പം ഞാൻ 3 ബൗളാക്കി എടുത്തിട്ടുണ്ട്. മൈദാമാവിനകത്ത് മുക്കി നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന കൂട്ട് അത്ര നൈസിൽ പരത്താൻ പാടില്ല, കുറച്ച് തിക്നെസ് വേണം കേട്ടോ. ഇനിയിപ്പോൾ പരത്തുമ്പോൾ നമുക്ക് കറക്റ്റ് സർക്കിളിൻ്റെ ഷേപ്പ്, കുബൂസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സർക്കിളിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വട്ടാകൃതിയിലുള്ള പാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ആ ഷേപ്പ് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നന്നായി ചൂടായ തവയിലോട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പാടില്ല. ഇതേ കൂട്ട് ബബിൾസ് വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ. തിരിച്ചിട്ടതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് കണ്ടില്ലേ, ഇതേ കൂട്ട് പൊന്തി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ പൊന്തി വരും, സമയമൊന്നും എടുക്കത്തില്ല. തവയിൽ മാത്രമല്ല, ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിലിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാൻ പറ്റും. പക്ഷേ മാവ് പരത്തിയ ഉടനെ ഡയറക്റ്റ് ഫ്ലെയിമിലിട്ട് കൊടുക്കരുത്. ജസ്റ്റ് തവയിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതേ കൂട്ട് തവയിലൊന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊള്ളി കിട്ടും. കണ്ടില്ലേ, നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. സോ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്